ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റതിന് പിന്നാലെ യുഎസ് സുപ്രീം കോടതിയെ കടന്നാക്രമിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുന്ന താരിഫുകൾ ഭാവിയിൽ ആദായ നികുതിക്ക് പകരമാകുമെന്നും ഇത് അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിലാണ് ട്രംപ് തന്റെ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കിയ കോടതി നടപടി രാജ്യത്തെ വിഭജിക്കുന്നതാണെന്നും വിദേശ രാജ്യങ്ങൾക്ക് അമേരിക്കയെ കൊള്ളയടിക്കാൻ ഇത് അവസരം നൽകുമെന്നാണ് ട്രംപിന്റെ വാദം. പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനം അമേരിക്കൻ നികുതി വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ വിവാദ പരാമർശങ്ങൾ. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ്, അമി കോണി ബാരറ്റ് കവനോവ്, അലീന കാഗൻ എന്നീ 4 ജഡ്ജിമാർ സഭയിൽ സന്നിധരായിരുന്നു. പ്രസംഗത്തിന് മുമ്പ് 3 ജഡ്ജിമാർക്ക് ഹസ്തദാനം നൽകി സൗഹൃദം പ്രകടിപ്പിച്ച ട്രംപ് പ്രസംഗം തുടങ്ങിയതോടെ അവർക്കെതിരെ തിരിയുകയായിരുന്നു. തന്റെ നയങ്ങളെ കോടതി തടയാനുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. തന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവകൾ റദ്ദാക്കിയ കോടതി നടപടി രാജ്യത്തെ വിഭജിക്കുന്നതാണെന്നും വിദേശ രാജ്യങ്ങൾക്ക് അമേരിക്ക കൊള്ളയടിക്കാൻ ഇത് അവസരം നൽകുമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ വിധി തനിക്ക് കൂടുതൽ കരുത്താണ് നൽകിയതെന്നും ലൈസൻസിംഗ് അധികാരം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങൾക്ക് ഭീകരമായ തിരിച്ചടി നൽകാൻ തനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ലൈസൻസ് ഫീ ഈടാക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷണം അസംബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ താരിഫ് നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചത്. നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ല എന്നും പ്രസിഡന്റ് ഇത് ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വിധി വെല്ലുവിളിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. ഇത് വൈറ്റ് ഹൌസും ജുഡീഷ്യറിയും തമ്മിലുള്ള പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. താരിഫിനെതിരെ വിധി പറയുന്നതിന് പിന്നാലെ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ ട്രംപ് ആഞ്ഞടിക്കുന്നത് ഇതാദ്യമല്ല. തനിക്കെതിരെ വിധി പ്രസ്താവിച്ച 3 കൺസർവേറ്റീവ് ജഡ്ജിമാരെ കുറിച്ച് താൻ ലജ്ജിക്കുന്നുവെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. ജഡ്ജിമാരെ വിഡ്ഢികളാണെന്നും തീവ്ര ഇടതുപക്ഷ ഡെമോക്രാറ്റുകളുടെ കളിപ്പാവുകളാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. കോടതിയുമായുള്ള ഈ പരസ്യ ഏറ്റുമുട്ടൽ അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കോടതിയിലെ 9 ജഡ്ജിമാരിൽ തന്റെ നയങ്ങൾ പിന്തുണച്ച 3 കൺസർവേറ്റീവ് ജഡ്ജിമാരെ മാത്രം മഹാന്മാർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ബാക്കിയുള്ളവർ അയോഗ്യരാണെന്ന് ആക്ഷേപിച്ചു. ജനാധിപത്യപരമായ സുപ്രീം കോടതിയുടെ വിധിയോട് അങ്ങേയറ്റം ആക്ഷേപകരമായ പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കോടതി വിധി മറികടന്ന് തീരുവകൾ 15% ഉയർത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വ്യാപാര പങ്കാളികൾ മുൻപ് നിശ്ചയിച്ചിരുന്ന ഉയർന്ന തീരുവയ്ക്ക് പകരം 10% തീരുവ നൽകിയാൽ മതിയെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ തീരുവ ഉത്തരവുകൾക്ക് യുഎസ് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെയാണ് മുൻ തീരുമാനം മാറ്റിയത്. ട്രംപ് ഒപ്പുവെച്ച 10% ആഗോള താരിഫ് ഇന്ത്യക്കും ബാധകമാകും. വ്യാപാര കരാർ ഒപ്പിട്ടവർക്ക് മാത്രമാണ് ഇളവ്. മരുന്ന് മേഖലയും US, മെക്സിക്കോ, കാനഡ കരാർ പ്രകാരം വരുന്ന ഉൽപ്പന്നങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ തീരുവ 50% നിന്ന് 18% കുറയ്ക്കുമെന്ന് നേരത്തെ US വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ തുടർന്നാണ് ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയത്. ഇതാണ് 10% ആക്കുന്നത്. ഇന്ത്യയുമായുള്ള യുഎസിന്റെ വ്യാപാരം നിലപാടുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നിലവിലെ തീരുവ ക്രമീകരണം യുഎസിന് ഗുണകരമാവുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് 25% തീരുവ ചുമത്തിയത്. തീരുമാനങ്ങളിൽ മാറ്റമില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള തന്റെ അവകാശവാദങ്ങൾ ആവർത്തിച്ചു. ഇന്ത്യയുമായുള്ള ബന്ധം മികച്ചതാണെന്നും വ്യാപാരം നടക്കുന്നുണ്ടെന്നും ട്രംപ് ആവർത്തിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതായി ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.